നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. വാണിയംകുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. വാണിയംകുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തലചായ്ക്കാനൊരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. റിട്ടയർഡ് ജില്ലാ ജഡ്ജ് KP സുധീർ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചു. വാണിയംകുളം മിഷൻ കോമ്പൗണ്ട് വെള്ളാരം പറമ്പിൽ സുന്ദരിക്കാണ് സേവാഭാരതി വീട് നിർമ്മിച്ചു നൽകിയത്. വാണിയംകുളം സേവാഭാരതി നിർമ്മിച്ചു നൽകുന്ന മൂന്നാമത്തെ വീടാണ് ഇത്. സേവാഭാരതി വാണിയംകുളം പ്രസിഡന്റ് K ദിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സംഘടനാ സെക്രട്ടറി T മണികണ്ഠൻ, യൂണിറ്റ് സെക്രട്ടറി P അജിത് ബാബു, വൈസ് പ്രസിഡന്റ് M മോഹനൻ, സ്വയം സേവക സംഘം ജില്ലാ സേവാ പ്രമുഖ് R രാജീവ്, യൂണിറ്റ് പ്രസിഡന്റുമാരായ C സോമസുന്ദരൻ, TG ഹരിദാസ്, ട്രഷറർ P ഹരിദാസൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. രോഗബാധിതയായ സുന്ദരി നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും സഹായത്തോടെയാണ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥയിലാണ് സേവാഭാരതി സുന്ദരിയെ ഏറ്റെടുത്ത് വീട് നിർമ്മിച്ചു നൽകിയത്. മരുന്നിനും മറ്റ് ചികിത്സാ ചെലവിലേക്കുമായി സ്വാതന്ത്ര്യ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ മാസവും 1000 രൂപ പെൻഷനായി സേവാഭാരതി നൽകി വരുന്നുണ്ട്. മാനവസേവ, അതാണ് മാധവസേവ. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളൊക്കെ ഇവിടെ കാണുന്നത്. ഈ അമ്മയ്ക്ക് നമുക്ക് ഇവിടുത്തെ ആളുകളുടെ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ട് ഒരു കൊച്ചു വീട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതിലെ ഓരോ വ്യക്തികളും ഇതില് താല്പര്യവും സംഭാവന ചെയ്ത ആളുകളും അതുപോലെ തന്നെ ഇതിനോട് താല്പര്യം കാണിച്ചു, അനുകമ്പം കാണിച്ചു, എല്ലാവരുടെ മനസ്സിലുള്ള ആ നന്മയാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് ഏറ്റവും അധികം പ്രചോദനം കിട്ടുന്നത്. എന്ന് വെച്ചാൽ മാതൃസേവനം. ഈ അമ്മയ്ക്ക് നമുക്കൊരു വീട് വെച്ച് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാടിനെ വേണ്ടിയിട്ട് നല്ലൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം നമ്മളുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാവണം.